അടുത്ത വീട്ടിൽ തന്നെ മരണമാണ്. ഇവിടെ ഒരു പുതിയാപ്പിള ചമയുകയാണ്, വെള്ളക്കുപ്പായമണിഞ്ഞ യുവാവേ, അവിടെ വെള്ളത്തുണിയടിയുന്ന കഫൻ പുടയിലെ മനുഷ്യ സഹോദര, എങ്ങോട്ടാ പോണത്? അവസാനത്തെ യാത്രയോ? തിരിച്ചു വരുമോ? എന്നെയും കൊണ്ടുപോയി ഖബറടക്കുമ്പോ നീ ഒരു പിടി മണ്ണെറിയുമോ? तमाम उम्र जो की सबने बेरुखी हमसे, ജീവിതം മുഴുവനും ആളുകൾ എന്നോട് മുഖം തിരിച്ചപ്പോ ഹം കഫൻ മെരഹ്കർ ബേറുഖി ചൽ ഗയേ, ജീവിതത്തിൽ എല്ലാവരും എന്നോട് മുഖം തിരിച്ചു, മരിച്ചപ്പോ ഞാനും എന്റെ മുഖം ഒന്ന് മാറ്റിച്ചരിച്ചു കിടത്തി. എനിക്ക് ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ മുഖം തന്നില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചപ്പോ എന്റെ മുഖവും ഒന്ന് മറിച്ചു വെച്ചു. മെരേ അസീസ്, ഉറുദുവിൽ അസീസ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവൻ, അറബിയിലെ അർത്ഥം ശക്തനെന്നാണെങ്കിലും ഉറുദുവിൽ മറ്റൊരർത്ഥമാണ്. മെരേ അസീസ് തൂ ഭി ഖാക് മേ പഡ്കർ ചലേ ഗയേ, എന്റെ പ്രിയപ്പെട്ടവനെ നീയും മണ്ണിൽ നടന്നു പോയല്ലോ. മരണമേ, അത്ഭുതങ്ങളുടെ കവാടം തുറക്കുന്ന മരണമേ, അവസാനിക്കാത്ത ലോകത്തേക്ക് പോകുന്ന മരണമേ, ഇവിടേക്കൊരു വരവങ്ങ് വന്നതാണ്, ഒരു കൊച്ചുനാള് ജീവിച്ചു പോകേണ്ടതാണ്. എണ്ണപ്പെട്ട ആയുസിന്റെ കാലഘട്ടമാണ്. നിനക്ക് 30 വയസ്സാണ്, നിനക്ക് 60 നിനക്ക് 63, നിനക്കൊരു 70 ഉണ്ടാകട്ടെ, നിനക്കൊരു 100 വരെ കടന്നോട്ടെ, നിനക്കൊരേറിയ 105 കടന്നോട്ടെ, നിനക്ക് 20 മതി, നിനക്ക് 15 മതി. ഓർക്കുന്നു, മരണത്തെ ഓർക്കുന്നു. മിൽക്കെ ബിഛുടേ ജോ ദിൽ, മിൽക്കെ ബിഛുടേ ജോ ദിൽ, ഉൽ ഗയി ഹർ ഖുശി, എല്ലാ സന്തോഷവും പിരിഞ്ഞു പോവുകയാണ്. കം ഹസറാത്തിൻ ഫീ ബുതൂനിൽ മഖാബിർ, ഖബറുകളുടെ വയറ്റിൽ എന്തൊക്കെ മോഹങ്ങളാണ്. ഒരു കവി പാടുകയാണ്, ഖബറിന്റെ ആമാശയത്തിൽ എന്തൊക്കെ മോഹങ്ങളാണ്. പുതുമണവാളൻ ചമയാൻ കൊതിച്ച ചെറുപ്പക്കാരൻ കല്യാണത്തിന് മുമ്പ് മരണപ്പെട്ടു പോയി. അവന്റെ മയ്യത്ത് കൊണ്ടുപോയി പള്ളിക്കാട്ടിലടക്കുമ്പോ ആണുങ്ങളെ ഓർക്കണം, നിങ്ങൾ ഖബറടക്കുന്നത് ഒരു ചെറുപ്പക്കാരനെ മാത്രമല്ല, കല്യാണം കഴിക്കാനുള്ള അവന്റെ മോഹത്തിന്റെ മേലാണ് നിങ്ങളൊരു മൂടുകല്ല് വെച്ചത്, അതിന്റെ മേലേക്കാണ് നിങ്ങൾ എറിഞ്ഞത്. എല്ലാ സ്നേഹത്തിനും പകരം ഒരു പിടി മണ്ണ്, എല്ലാ കൂറിനും പകരം ഒരു പിടി മണ്ണ്. അല്ലാഹുവേ, ഇതിനേക്കാൾ വലിയ മറ്റെന്ത് യാഥാർത്ഥ്യം? നീ എത്ര വലിയവൻ, നീ എത്ര ശക്തൻ, എല്ലാവരെയും മരിപ്പിച്ചില്ലയോ? ഏതൊരു അനുഗ്രഹത്തിന്റെ പരിശുദ്ധ നബിയെക്കുറിച്ച് പറയാനാണോ ഈ സമ്മേളിച്ചത്? ആ നബിയെ അല്ലാഹു അങ്ങേയറ്റം ബഹുമാനിച്ചിട്ട് വിളിച്ചു റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ അനുഗ്രഹം. ആ നബിയെ പിന്നെ വിളിച്ചു ഹബീബ്, ആ നബിയെ വിളിച്ചു യാ അയ്യുഹൻ നബി, മൂസയെ വിളിച്ചു യാ മൂസ, നൂഹിനെ വിളിച്ചു യാ നൂഹ്, ഇബ്രാഹീമിനെ വിളിച്ചു യാ ഇബ്രാഹീം. എന്നിട്ട് ഈ നബിയെ വിളിക്കേണ്ട സമയം വന്നപ്പോ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന ആയത്ത് കാണാൻ സാധിക്കില്ല. പ്രത്യേക ബന്ധമുള്ള നബിയാണിത്, ഇത് ഇഷ്ടപ്രവാചകനാണ്. റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു വിളിച്ചത് യാ അയ്യുഹൻ നബി എന്നാണ്. മൂസയെ വിളിക്കുമ്പോ മൂസ എന്ന് വിളിക്കാം, ഈസയെ ഈസ എന്ന് വിളിക്കാം, മറിയമിന്റെ മകനായ ഈസ എന്നാണ് അല്ലാഹു ഈസയെ വിളിച്ചത്. ഇവിടെ യാ അയ്യുഹൻ നബി, ഏ നബിയെ എന്നൊക്കെ വിളിച്ച് ബഹുമാനിച്ച അല്ലാഹു തന്നെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഈ സദസ്സിൽ കൂടിയ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടുത്തി പോലെ ഏറ്റെടുത്തിട്ട് മടങ്ങണം. ഇന്നക മയ്യിത്തുൻ മുഹമ്മദേ, തീർച്ചയായും നീ മയ്യിത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞുകൊണ്ടല്ലാതെ എങ്ങനെ ഈ മദ്ഹ് അവസാനിപ്പിക്കും? അല്ലാഹുവേ, നീ തന്നെ ശക്തിമാൻ, നീ തന്നെ പ്രകാശം, നീ തന്നെ മരണമില്ലാത്തവൻ, നീ തന്നെ മരിപ്പിക്കുന്നവൻ. ഇന്നക മയ്യിത്തുൻ വ അൻതും മയ്യിത്തൂൻ, അവരൊക്കെ മയ്യിത്താണ് തീർച്ചയായും.